അമേസിംഗ് കുക്കിംഗ്. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സുഖല്ലേ? സാധാരണ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് ആണ് യൂസ് ചെയ്യാറ്. ഇന്ന് അതിന് പകരമായിട്ട് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് മാംഗോ വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ഇവിടെ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 4 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല സ്ലൈസ് ആക്കി എടുത്ത മാംഗോ, പിന്നെ ചീസ്, ബട്ടർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാം. ആദ്യം തന്നെ ഓരോരോ ബ്രെഡായിട്ട് എടുത്തിട്ട് ഇതിന്റെ സൈഡിലുള്ള കട്ടിയുള്ള ഭാഗമില്ലേ, ആ ബ്രൗൺ ഭാഗം, അത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ബ്രെഡ് ഓരോന്നായിട്ടെടുത്ത് അതിന്റെ ഒരു സൈഡിൽ മാത്രം നമുക്ക് കുറച്ച് തിക്കായിട്ട് ബട്ടർ പുരട്ടി കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് തവ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബട്ടർ പരട്ടി വെച്ചിട്ടുള്ള ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ വെക്കുമ്പോൾ അടിവശം നന്നായിട്ട് ബട്ടർ തേച്ച വശം നന്നായിട്ട് മൊരിഞ്ഞ് ബ്രൗൺ കളറായിട്ട് വരും. മേലെ വശം നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക അടിവശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടോയെന്ന്. ഇപ്പോഴും ആയിട്ടില്ല, കുറച്ചുകൂടെ നന്നായിട്ട് മൊരിഞ്ഞ് ബ്രൗൺ കളറായിട്ട് വരണം. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ബ്രെഡ് ഓരോന്നായിട്ട് എടുത്ത് അതിൻ്റെ ബ്രൗൺ ഭാഗം താഴെ വരുന്ന രീതിയിലും വൈറ്റ് വശം മേലെ വരുന്ന രീതിയിലും അറേഞ്ച് ചെയ്ത് വെക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാംഗോ സ്ലൈസസ് വെച്ച് അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ 2 മാംഗോ സ്ലൈസസ് ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേറെ ഏത് ഫ്രൂട്ടും യൂസ് ചെയ്യാം. അധികം ജ്യൂസി അല്ലാത്ത ഏത് ഫ്രൂട്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് നമുക്കിനി ചീസ് ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചീസ് ത്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത ചീസ് യൂസ് ചെയ്യാം. ഇതിന് മുകളിലേക്ക് നമുക്കിനി വേറൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്യാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബ്രെഡ് ചെറിയ ചൂടിൽ വെച്ചിട്ട് 2 മിനിറ്റ് സമയത്തോളം നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരികയുള്ളൂ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മാംഗോ സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്രിസ്പ് ആയിട്ടുണ്ട് ഇത്. കണ്ടില്ലേ, അതിനകത്ത് ഒരു ലെയർ മാംഗോയും ഒരു ലെയർ മെൽറ്റഡ് ചീസുമാണുള്ളത്. മാംഗോ സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.